അതിനുശേഷം ഇവള് സാറിനോട് ഇവള് ലൂഷ്യൻ ഹേ ആയിട്ട് ആ കൊളമായ ഫോട്ടോ ശരിയാക്കാൻ വേണ്ടി പോയതെന്നറിയും. അങ്ങനെ അത് ചെയ്ത തെറ്റാന്ന് ഇപ്പൊ സാറിനോട് അറിയുമ്പം ഇതേക്കുന്ന പാൻ സാറും ദേഷ്യത്തി ഇവളോട് ഈ ഫോട്ടോയെ കുറിച്ചൊന്നുമില്ല ചോദിക്കുന്ന, ഇവള് വേറെല്ലാം തെറ്റ് ചെയ്തെന്നാ സാറ് ചോദിക്കുന്നത്. അതേപോലെ ക്ലാസ് ടീച്ചറും പരീക്ഷയ്ക്ക് മുമ്പ് ഇവളെല്ലാം ക്വസ്റ്റ്യൻസ് സാറിന്റെ കമ്പ്യൂട്ടറിൽ നിന്നും എല്ലാം കണ്ടായിരുന്നോ ചോദിക്കുമ്പം ഇവളാണ് സാറിന്റെ ഓഫീസിൽ പോലും പോയിട്ടില്ലെന്നറിയും. അങ്ങനെ അതോടെ പാൻ സാറും ഇവരുടെ ക്ലാസ്സിലേക്ക് നേരിട്ട് എന്നിട്ട് ബോർഡിനകത്ത് 2 ക്വസ്റ്റ്യൻ എഴുതി അത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കും. പക്ഷെ അവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റാതിരിക്കുമ്പം സാറാണ് യൂഹയെ വിളിച്ചിട്ട് ഇവർ ചെയ്യുന്ന കറക്റ്റ് ആണോ തെറ്റാണെന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോഴാണ് അവനും അത് ഈ പകുതിയുള്ള കറക്റ്റ് എന്ന് അവനും പറയുമ്പം ഇത് കേട്ട് സാറും ഇങ്ങനെയൊക്കെ പഠിക്കുന്ന നിങ്ങളെങ്ങനെ ഈ അവസാനത്തെ പരീക്ഷയ്ക്ക് അത്രയും പാടായിട്ടുള്ള ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ചെയ്ത, നിങ്ങളെക്കാളും നല്ലോണം പഠിക്കുന്ന മറ്റേ ക്ലാസ്സിനേക്കാളും നിങ്ങൾക്ക് നല്ല മാർക്കുണ്ട്, ഇനി നിങ്ങളുടെ സാറ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ മുമ്പേ പറഞ്ഞെന്നോ എന്നിന് സാറും ചോദിക്കുമ്പം ഇത് കേട്ട് അവരെല്ലാരും കൂടെ അങ്ങനെയൊന്നല്ല, ഇവരെല്ലാം സ്വന്തമായിട്ട് പഠിച്ചിട്ട് തന്നെ എഴുതിയെന്ന് പറയും. അപ്പോഴാണ് സാറും എങ്കിൽ പിന്നെ ഗംഗായിരിക്കും എന്ന് പറയുമ്പം പെട്ടെന്ന് യൂഹയും അതിനൊരു ചാൻസ് ഇല്ലെന്ന് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അതേപോലെ ക്ലാസ് ടീച്ചറും അവൾ ജപ്പാനീസ് സ്റ്റുഡൻസിൻ്റെ കൂടെ ആയിരുന്നു, അതുകൊണ്ട് അവൾ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞ് സാറും കൂടെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ പാൻ സാറാണ് ദേഷ്യത്തി ഇതൊക്കെ റീസൺ ആണെന്ന് പറഞ്ഞ് ഇനി മേലെ ഓഫീസിലേക്ക് നീ വന്നോലെന്ന് പറഞ്ഞ് സാറിനെ കൂടെ പുറത്താക്കും. അങ്ങനെ അതുകൊണ്ട് ഈ തവണ ഇവർക്ക് ഫിസിക്സിന് എല്ലാവർക്കും 0 ആണ് ഇട്ടുകൊടുത്തേക്കുന്നത്. അതിനുശേഷം സാറും ഇനി ഇവരുടെ ക്ലാസ് ടീച്ചർ അല്ലാത്തതുകൊണ്ട് വേറെ പുതിയ ടീച്ചറിനോട് സാറ് സ്റ്റുഡൻസിനെ നല്ലാണ് നോക്കിക്കോളാൻ പറയും. പക്ഷെ അവരാണ് സത്യം അറിഞ്ഞ് സാറിന് വേണ്ടി ക്ലാസ് ടീച്ചർ ആക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് സമ്മാനപ്പെടാൻ പറയും. ഇതേ സമയം ക്ലാസ്സിൽ എല്ലാവരും കൂടെ ടെൻഷനായിട്ടിരിക്കുമ്പം യൂഹയാണ് ഒരു പരീക്ഷയ്ക്ക് മാർക്ക് 0 ആയുള്ളെന്ന് പറഞ്ഞ് ഇത് കോളേജിൽ പോകുന്ന അഡ്മിഷനൊന്നും ബാധിക്കത്തില്ലെന്നറിയും. അതിനുശേഷം അവിടേക്ക് വരുന്ന സാറും ഇനി ഇവരെ പഠിപ്പിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ചോദിക്കുമ്പം അവരെല്ലാരും കൂടെ അവർക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞ് ഒന്നും കൂടെ പഠിപ്പിക്കാൻ പറയും. അപ്പോഴാണ് സാർ യൂഹയെ വിളിച്ചിട്ട് എല്ലാവരും യൂഹ ഇത് വെച്ച ആൻസർ തന്നെ അതേപോലെ പഠിച്ചെഴുതിയാന്ന് മനസ്സിലായെന്ന് പറയും. അതിനുശേഷം സാറും കുറച്ച് വിഷമിച്ചൊക്കെ ഇവർക്കത് വീണ്ടും പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പം ബീറ്റയ്ക്കാണ് ചെറിയ കുറ്റബോധം തോന്നി ഇവൾ അറിയാതെ എടുത്തോണ്ടെന്ന പേപ്പറല്ല ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായെന്ന് പറഞ്ഞ് അവൾ സാറിനോട് എല്ലാ സത്യം പറയാൻ വേണ്ടി ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ക്ലാസ് ലീഡറാണ് ഇതറിഞ്ഞിട്ട് ഇവൾ ചുമ്മാ എടുത്തൊന്നും ചാടണ്ട, ഇവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് അവളെ തടഞ്ഞിർത്തും. അങ്ങനെ അതിനുശേഷം ഇവരുടെ ലാംഗ്വേജ് ടീച്ചർ ഇവരുടെ ക്ലാസ് ടീച്ചറായിട്ട് മാറിയതുകൊണ്ട് യൂഹയാണ് ഇനി ബോറടിച്ച് ചാകുമെന്ന് പറഞ്ഞ് അവനോട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ടീച്ചറും ഇവൻ എന്തോടന്ന് പിറുപിറുത്തോണ്ടിരിക്കുന്നതെന്ന് അവനെ ബുക്ക് എടുത്ത് വായിക്കാൻ പറയുമ്പം അവന് തെറ്റിച്ചൊക്കെ വായിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ടീച്ചറും ഫിസിക്സിൽ മാത്രം നല്ല മാർക്ക് വാങ്ങിച്ചാൽ പോരാ, എല്ലാ സബ്ജക്റ്റിലും മാർക്ക് വാങ്ങിച്ചാല് ഇവന് നല്ല ഗ്രേഡ് കിട്ടത്തുള്ളൂ പറയും. അങ്ങനെ അതിനെ ഷിൻഡ്രൽ സമയത്ത് മറ്റേ ഗംഗങ്ങിനടുത്തിരുന്ന 4ാമത്തെ റാങ്ക് വാങ്ങിക്കുന്ന കൊച്ചും ചിലരുണ്ടാക്കിയ പ്രശ്നം കാരണം നമ്മളൊക്കെ അവസ്ഥപ്പെടുവാന്ന് ബീറ്റയെ കുറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് പറയും. അതോടെ ബീറ്റയും ദേഷ്യത്തി ഇവൾക്ക് സത്യം പറയാൻ പേടിയൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ പാൻ സാറിനെ കണ്ട് പറയാന്ന് അവളും കൂടെ കൂട്ടിന് വിളിക്കുമ്പം ഇത് കണ്ട് ബാക്കി എല്ലാരും കൂടെ ബീറ്റയെ സമ്മാനപ്പെടാൻ പറയും. കാരണം എല്ലാരും കൂടെ ഒന്നിച്ചല്ലേ ആ ക്വസ്റ്റ്യൻ നോക്കി പഠിച്ച്, അതുകൊണ്ട് ഇവള് മാത്രം കുറ്റം ഏക്കണ്ടെന്ന് പറഞ്ഞ് അവളെ വെറുതെ ഇരിക്കാൻ പറയും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന മാക്സ് സാറാണ് ബെല്ലടിച്ചിട്ട് ഇവരൊക്കെ എന്തോ സംസാരിച്ചോണ്ടിരിക്കുന്നതിന് അവരൊക്കെ ചെന്ന് സീറ്റ് ഇരിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം സാറാണ് നേരെ ക്ലാസ് ടീച്ചറിനെ കാണാൻ പോയിട്ട് ഈ പ്രശ്നം കാരണം എന്നെ ഇവിടെ പെർമനന്റ് ആക്കാനും ചാൻസ് കുറവാന്ന് പറഞ്ഞ് ഇതൊക്കെ ഓർത്തിട്ട് ഒരു പേടിയില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് സാറും എന്തായാലും തെറ്റ് അങ്ങേരല്ലേ ചെയ്ത് ആ പ്രിന്റ് അതേപോലെ വെക്കണ്ടായിരുന്നു പറഞ്ഞ് ഇങ്ങനെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം സാറും വല്ലാതെ മൂഡായിട്ടായിട്ടിരിക്കുന്നുണ്ട് ഗംഗങ് യൂഹയും കൂടെ സാറിനെ ഫോളോ ചെയ്ത് അദ്ദേഹത്തിന്റെ മൂഡ് ബ്രൈറ്റ് ആക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ഷൗമയും ഉമ്മാരുണ്ട് എന്തോ ഒളിഞ്ഞും പതുങ്ങിയൊക്കെ ഇരിക്കുന്നെന്ന് പറഞ്ഞ് അവനും വിളിച്ചുകൊണ്ട് നേരെ സാറിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലും. അങ്ങനെ അതിനുശേഷം ഇവര് 3 പേരും സാറിന് അവിടുത്തെ ഗെയിം കളിക്കാൻ പറയുമ്പം സാറിന് താല്പര്യമില്ലാതെ അദ്ദേഹം ചുമ്മാ ഇങ്ങോട്ട് നോയിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞ് ഇവരൊക്കെ കളിച്ചോളാൻ പറയും. അതിനുശേഷം അവരെല്ലാം കൂടെ വിജയിച്ച് സാറിനൊരു പാവക്കുട്ടി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പം പോകുന്നതിന് മുമ്പേ ഇവർ 2 പേരും കൂടെ സാറായിരിക്കും എപ്പോഴും ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ പറയും. അങ്ങനെ അത് കേട്ട് സാറും തിരിച്ച് വലുതായിട്ടൊന്നും പറയാതെ ഇവരെ സേഫ് ആയിട്ട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് സാർ അവിടെ നിന്ന് പോകും. എന്നിട്ട് അടുത്ത ദിവസം ഇവിടെ ക്ലാസ് വെച്ച് എല്ലാവരും ക്ലാസ് ടീച്ചറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ഷൗമയും സത്യം പറഞ്ഞ് ഇവരുടെ ക്ലാസ് ടീച്ചർ വലിയ ദുഃഖത്തിലേ പൊള്ളേന്ന് അവനും കൂടെ പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന യൂഹയും ഇവന്റെ ക്ലാസ് അല്ലാതെ എപ്പോഴും എന്തിനും ഇങ്ങോട്ടേക്ക് വരുന്നെന്ന് പറഞ്ഞ് അവൻ അടിച്ചിട്ട് ഓട്ടിക്കും. അങ്ങനെ അതിനുശേഷം ഇതെല്ലാം കേൾക്കുന്ന ബീറ്റയാണ് ഇവള് കാരണം സാർ ഇത്രയും വിഷമിച്ചിരിക്കുന്നുണ്ട്, അവൾക്ക് നല്ല വിഷമമൊക്കെ കാണും. അങ്ങനെ അതുകൊണ്ട് ക്ലാസ് ലീഡർ എപ്പോഴും ഇവളുടെ പുറകെ തന്നെ ആയിരിക്കും. കാരണം ഇവളും എല്ലാം ഇവരൊന്നില്ലാത്ത സമയത്ത് സാറിനോട് ചെന്ന് തെറ്റ് സമ്മതിക്കുമെന്ന്. കാരണം അങ്ങനെയാണ് അവൾക്ക് വലിയ സീനാണ്. എന്നിട്ട് ക്ലാസ് വെച്ച് ഇവരെല്ലാരും കൂടെ സാറിന് എങ്ങനെയൊക്കെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവരൊക്കെ ഡിസ്കസ് ചെയ്യുമ്പം യൂഹയാണ് വേണേ പാൻ സാറിനോട് ചെന്ന് സംസാരിച്ച് ഒന്നും കൂടെ ഇവർക്ക് ആ പരീക്ഷ നടത്താൻ വേണ്ടി ചോദിക്കാൻ പറയും. അപ്പോഴാണ് ബീറ്റയും അവൾക്ക് ഇനി ഈ കുറ്റബോധത്തോടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവള് തന്നെയാ ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ഔട്ട് ചെയ്തെന്ന് സാറിനോട് പറയാൻ പോകാൻ പറയും. ഇതേക്കുന്ന ഗംഗങ്ങും അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് ഇവള് മാത്രമല്ല ഇവരിക്കുന്ന എല്ലാവരും കൂടെ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് പഠിച്ചെന്ന് പറയും. അതുകൊണ്ട് നമുക്ക് തന്നെ സാറിനെ ചെന്ന് കാണാന്ന് ഇവര് കുറച്ചുപേര് പാൻ സാറിനെ കാണാൻ ചെല്ലുമ്പം ബീറ്റ അയാളോട് സത്യം പറയാൻ വേണ്ടി വരും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി ക്ലാസ് ലീഡറാണ് ക്വസ്റ്റ്യൻ പേപ്പർ അവനെ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞ് അവൻ തെറ്റ് ചെയ്തായിട്ട് കാണിക്കും. അപ്പോഴാണ് അടുത്തായിട്ട് യൂഹയും
അതിന്റെ ആൻസർ ഇവനെ തന്നെ, അതുകൊണ്ട് ഇവനെ പനിഷ് ചെയ്യുന്ന പറയുമ്പോൾ അടുത്തായിട്ട് ഓരോരുത്തരും ഞങ്ങളും കൂടെ നോക്കിയെന്ന് പറഞ്ഞ് അവരെയും പനിഷ് ചെയ്യാൻ പറയും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് പാൻസാറും ഇവർക്കിപ്പോ എന്തോ വേണ്ടെന്ന് പറഞ്ഞ് എല്ലാരും സ്കൂളിൽ നിന്ന് പുറത്താക്കണം ചോദിക്കും. അതിനുശേഷം ഇവരെല്ലാരും കൂടെ ഒരു തവണ കൂടെ സാറ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് ഞങ്ങളൊക്കെ തീർച്ചയായിട്ടും പഠിച്ചതെന്ന് പറയുമ്പോൾ സാറും ദേഷ്യത്തി ഇനി ഒരു തവണ ചാൻസ് എന്നാലും ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കട്ടെടുക്കത്തില്ലെന്ന് എന്തോ ഉറപ്പെന്ന് സാറ് ഇവരെ വഴക്കുറയുമ്പോഴാണ് പെട്ടെന്ന് ബീറ്റയും കറിഞ്ഞോണ്ട് അവള് തന്നെയാ ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ഔട്ട് എടുത്തെന്ന് പറഞ്ഞ് സാറിനോട് മാപ്പ് വയ്ക്കും. അതുകൊണ്ട് ക്ലാസ് ടീച്ചർ ഒന്നും ചെയ്തില്ലെന്ന് ഇവളും കരഞ്ഞോണ്ട് പറയുമ്പം ഇത് കേൾക്കുന്ന സാറാണ് എങ്കിൽ പിന്നെ 2 ദിവസം മുമ്പ് ഇവൾ എന്തേതൊന്നും പറയാത്തേം ചെയ്യിക്കും. അപ്പോഴാണ് അവളും കരഞ്ഞോണ്ട് അവൾക്ക് പേടിയായിരുന്നു പറഞ്ഞ് അവള് പറയാത്തതിന് സോറി പറഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം ഗംഗാണ് ഇവരുടെ ഇപ്പോഴത്തെ ക്ലാസ് ടീച്ചറിനെ കാണാൻ ചെന്നിട്ട് ഞങ്ങളെ നിങ്ങളാണ് മിസ് സഹായിക്കണം എന്ന് പറഞ്ഞ് ക്ലാസ് ടീച്ചറായിട്ട് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കേട്ട ടീച്ചറും ഇപ്പോഴാണ് ക്ലാസ് ടീച്ചറായിട്ട് എന്നെ തോന്നിയെന്ന് അവരെ സഹായിക്കാൻ തീരുമാനിക്കും. അങ്ങനെ അതുകൊണ്ട് അന്ന് വൈകിട്ട് പാൻസാറിനെ കണ്ട് അവർക്ക് ഈ പ്രായത്തിൽ ക്ലാസ് ടീച്ചറായിട്ടൊന്നും ഒരു ക്ലാസ് നോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പഴയ സാറെ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടി പറയുമ്പം ഇത് കേൾക്കുന്ന പാൻസാറാണ് അത്രയും പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റത്തില്ല, ഈ പ്രശ്നം ഇതുവരെ സോൾവ് ആയില്ല, അതുകൊണ്ട് അതുവരെ മാം ഒന്ന് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഈസി ആയിട്ടുള്ള പ്രോബ്ലം എന്ന് വിചാരിച്ച് അവരെല്ലാം മറികടന്നു. എന്നതിന് സാറും പറയുമ്പം ഇതേക്കുന്ന ടീച്ചറാണ് അപ്പൊ സത്യത്തി പിള്ളേരുടെ ഫിസിക്സ് എക്സാമിന്റെ മാർക്കെല്ലാം 0 ആക്കിയാൻ ചോദിക്കും. അങ്ങനെയാണ് പാരന്റ്സ് മീറ്റിംഗിന് ഞാൻ വരത്തില്ല സാറെന്ന് പറഞ്ഞ് ഇവര് മുങ്ങാൻ നോക്കുമ്പോൾ പാൻസാറാണ് ഇവരോട് മാത്രം സീക്രട്ട് ആയിട്ട് പറയും അങ്ങനെ ചെയ്യുവാണ് പിള്ളേരുടെ പാരന്റ്സ് എല്ലാരും കൂടെ ഇയാളെയും കൊല്ലുമെന്ന്, അതുകൊണ്ട് ചുമ്മാ അവരെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാന്ന് ഇപ്പൊ സാറും പറയുമ്പോഴാണ് ഇതെല്ലാം കേട്ട് ടീച്ചറും ഇപ്പൊ നിങ്ങൾക്ക് സത്യം മനസ്സിലായി പിള്ളേരെ പറഞ്ഞ് അവരെയൊക്കെ വിളിച്ചെടുത്തും. അതവിടെ പാൻസാറാണ് മൊത്തത്തിൽ പെട്ടുപോയി, നിങ്ങളൊക്കെ വീട്ടിൽ പോയത് എന്തുവാണ് ചെയ്യുന്നത് ഇവിടെ എന്നതിന് സാറും ചുമ്മാതി ഇവരെയൊക്കെ പേടിപ്പിച്ചെന്നറിഞ്ഞ് അവല്ല സന്തോഷത്തി സാറിന് താങ്ക്സ് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവർക്കെല്ലാം പാൻസാർ ഒന്നും കൂടെ പരീക്ഷ എഴുതാൻ വേണ്ടി ചാൻസ് തരും. അങ്ങനെ അതുകൊണ്ട് എല്ലാവരും കൂടെ സന്തോഷത്തി ഈ തവണ കട്ടയ്ക്ക് പഠിച്ചിട്ട് എഴുതണം എന്ന് പറഞ്ഞ് ഫുൾ ടൈം ഇവർ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ അതുകൊണ്ട് യൂഹയെ വരാൻ പോകുന്ന ഫിസിക്സ് എക്സാമിന് ഇവരെല്ലാം പഠിപ്പിച്ചു തരാൻ പറയുമ്പം അവന് മറ്റേ സബ്ജക്റ്റ് ഒക്കെ പഠിക്കേണ്ടേ ജയിക്കും. അപ്പോഴാണ് ഇവരെല്ലാവരും കൂടെ നീയൊക്കെ ഒരു ഫ്രണ്ടാണോന്ന് അറിഞ്ഞ് അവനെ ചോദ്യം ചെയ്യുമ്പം അവസാനം ഇവനും ഇവരെല്ലാം പഠിപ്പിക്കാൻ തീരുമാനിക്കും. അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ കട്ടക്കിരുന്ന് പഠിക്കുമ്പോഴാണ് അവിടേക്ക് വന്ന് ലൂഷ്യൻ ഹേ ആണ് അവൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും അതേ ക്ലാസ്സിലാണ് വന്നതെന്ന് അറിഞ്ഞ് അവന് ഭയങ്കര ഡൗട്ട് ആയിരിക്കും. കാരണം അവന്റെ ക്ലാസ്സിന്റെ അതേ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അവന് നേരെ ഗംഗന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവള് പഠിക്കുവാണോ അല്ലെ ചുമ്മാ ബുക്ക് തുറന്നു വെച്ചേക്കാണോ ചോദിക്കുമ്പോൾ അവളാണ് ഡിസ്റ്റർബ് ചെയ്യാതെ ഇവിടെ നിന്ന് പോയിക്കോളാൻ പറയും. അതുകൊണ്ട് ഇതെല്ലാം കണ്ട് അവൻ ഒട്ടും തന്നെ വിശ്വസിക്കാനൊക്കത്തില്ല. എന്നിട്ട് അവിടേക്ക് വരുന്ന ക്ലാസ് ടീച്ചറാണ് യൂഹ ഇവരെല്ലാം പഠിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് സാറും കുറച്ച് സന്തോഷത്തിലേക്ക് ഇരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരുടെ ലാംഗ്വേജ് ടീച്ചറും എങ്ങനെയല്ലേ കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങളുടെ പഴയ ക്ലാസ് ടീച്ചറിനെ തിരിച്ച് വിളിച്ചോണ്ടെന്നു പറഞ്ഞ് അവരുടെ ക്ലാസ് പീരീഡ് ഒക്കെ ഇവരിന്ന് പഠിച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം സാറും ഇവരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട് അദ്ദേഹം 2-3 ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞുതരാന്ന് ഇവരൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പോകും. കാരണം ഈ തവണ ക്വസ്റ്റ്യൻ ഇടുന്ന പാൻസാറാണ്. അങ്ങനെ അവസാനം ഇവർക്ക് വീണ്ടും ആ ഒരു സബ്ജക്ട് മാത്രം വീണ്ടും ഇവർക്ക് നടത്തുമ്പോഴാണ് പാൻസാറാണ് ഇവർ ഓരോരുത്തരും ചെന്ന് നോക്കിയിട്ട് ആരെയൊക്കെ കോപ്പി അടിക്കുന്നുണ്ടോന്ന് ഫുൾ കോൺസെൻട്രേഷനോട് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ എല്ലാവരും നല്ലോണം പഠിച്ചുകൊണ്ട് അവർക്ക് ഏകദേശം എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതുകൊണ്ട് സാർ അവസാന നിമിഷം വരെ ഇവരൊക്കെ നോട്ട് ഇട്ടിട്ട് അവർ ആൻസർ ഷീറ്റ് ഒക്കെ വാങ്ങിച്ചേക്കും. എന്നിട്ട് അടുത്ത ദിവസം ഇവരുടെ റിസൾട്ട് വരുന്നുണ്ട് ഇവരുടെ ഇപ്പോഴത്തെ ക്ലാസ് ടീച്ചറും ഭാഗ്യത്തിന് നിങ്ങളുടെ അടുത്ത് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് അവർക്ക് ഈ പ്രായത്തിൽ ഇങ്ങനത്തെ പിള്ളേരൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവെല്ലാം ചിരിച്ചോണ്ട് ടീച്ചർ നല്ലൊരു ക്ലാസ് ടീച്ചറായെന്ന് പറഞ്ഞ് അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവരാണ് എന്നാൽ എനിക്ക് നിങ്ങളെപ്പോലെ പിള്ളേരൊന്നും കൺട്രോൾ ചെയ്യാൻ ഒക്കും തോന്നുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ പഴയ ക്ലാസ് ടീച്ചർ തന്നെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോവുക എന്നിട്ട് അവർ സന്തോഷത്തി സാറിനെ തന്നെ ഈ ക്ലാസ് ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം സാറും ഈ തവണ ഇവരെല്ലാം നല്ലോണം പഠിച്ചെഴുതിയെങ്കിലും ഇവരുടെ റിസൾട്ട് ക്ലാസ് 1-നെ 2-നേക്കാളും ഇപ്പോഴും കുറവാന്ന് പറയും. അങ്ങനെ അത് കേട്ട് എല്ലാവരും കൂടെ സങ്കടത്തിരിക്കുമ്പം പെട്ടെന്ന് സാറാണ് നമ്മളാണ് സ്കൂളിലെ 3-ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞ് അവർക്കെല്ലാം സന്തോഷമായിട്ടുള്ള ന്യൂസ് പറയും. കാരണം ഇവരെക്കാളും നല്ലോണം മാർക്ക് വാങ്ങിക്കുന്ന ക്ലാസ് ഒക്കെ ഇപ്പൊ ഇവരെക്കാളും കീഴിലാണ്. അങ്ങനെ അതുകൊണ്ട് ആ സന്തോഷ വാർത്ത അറിയിച്ചിട്ട് സാർ ഇവരുടെ ക്ലാസ് ടീച്ചറായിട്ട് തന്നെ മാറും. അതുകൊണ്ട് തന്നെ ബീറ്റി അവിടെ നിന്ന് കരഞ്ഞോണ്ട് അവൾക്ക് ഈ ക്ലാസ് ഇരിക്കാൻ ഒരു അവകാശമില്ലെന്ന് പറഞ്ഞ് ഇവള് കാരണം ഇതൊക്കെ സംഭവിച്ചെന്ന് കരഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ക്ലാസ് ലീഡറാണ് ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ല ചുമ്മാ കരയാതെ കുത്തിയിരിന്ന് പറഞ്ഞ് അവൻ അവളായിട്ട് വഴക്ക് പറയും. കൂടാതെ എല്ലാവരും കൂടെ ഇപ്പൊ ഇവള് കാരണം പഠിച്ച് ഇത്ര മാർക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞ് ബീറ്റയ്ക്ക് താങ്ക്സ് അറിയും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ ഗംഗങ്ങും യൂഹയോട് പാരന്റ്സ് മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അവനാണ് ഇത് ഷോക്കായിട്ട് പറഞ്ഞ പോലെ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടല്ലോ എന്നറിഞ്ഞ് അവൻ ഇപ്പൊ തന്നെ വീട്ടിൽ ചെന്ന് സംസാരിക്കണം എന്നറിഞ്ഞ് കുറച്ച് പേടിച്ചൊക്കെ ഇരിക്കും. അപ്പോഴാണ് ഇത് കണ്ട അവളും ക്ലാസ്സിൽ ടോപ്പറായിട്ടുള്ള ഇവന് പേടിയാണെന്നറിഞ്ഞ് അവനായിട്ട് കളിയായിക്കൊണ്ടിരിക്കും. അതേസമയം അടുത്ത ദിവസം ഇവിടെ ബീറ്റയാണ് ഇവള് ചെയ്ത കാര്യം അച്ഛനമ്മയോടെല്ലാം പറഞ്ഞ സീനായിരിക്കും എന്ന് വിചാരിച്ച് ഇവള് ജോലി അന്വേഷിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ എനിക്കൊരു അച്ഛനെ വേണം എന്നറിഞ്ഞ് അവളൊരു പേപ്പർ എഴുതി കുത്തിയിരിക്കും. അങ്ങനെ പാരന്റ്സ് മീറ്റിങ്ങിന് ഇവെല്ലാം റെഡി ആയിട്ട് പോകുമ്പം അതേസമയം ഗംഗന്റെ അച്ഛനമ്മയും കൂടെ ഇന്ന് അവർക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറയും.
അങ്ങനെ അതുകൊണ്ട് ഇവളുടെ മറ്റേ ആന്റിയാണ് ഇന്ന് പാരന്റ്സ് മീറ്റിംഗിന് വരാൻ പോകുന്നത്. അതുകൊണ്ട് അവളും കുറച്ച് അപ്സെറ്റ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ അതേപോലെ ക്ലാസ് ടീച്ചറും ആദ്യമായിട്ട് പാരന്റ്സ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ടെൻഷനായിട്ട് എന്തൊക്കെ സംസാരിക്കണമെന്ന് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഇരുന്ന മാത്സ് സാറാണ്. സാറ് ടെൻഷനായിരിക്കുന്നുണ്ട്, ഇതിനാടാ ഇത്ര നെർവസ് ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങേരിട്ട് കളിയാക്കും. അപ്പോഴാണ് ക്ലാസ് ടീച്ചർ പെടുന്ന ടൈ ഒക്കെ എടുത്തിട്ട് ഏത് ടൈ കാണാനാ പ്രൊഫഷണൽ ലുക്കൊക്കെ തരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് മാത്സ് സാറാണ് രണ്ടിൽ ഏതിട്ടാലും നിനക്ക് ചേരത്തില്ലെന്ന് പറഞ്ഞ് അങ്ങേരിട്ട് കളിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.